ഇപ്പോഴേ തിന്നണ്ട. ഓരോന്ന് ഇപ്പോൾ തിന്നിട്ട് ബാക്കി 2 സൂക്ഷിച്ചു വെക്കണം. എവിടെയാ സൂക്ഷിക്കുക? ഗുഹയ്ക്കകത്ത് വെക്കാം, അല്ലെങ്കിൽ കുഴി ഉണ്ടാക്കി അതിലിട്ട് മൂടാം. ഞാൻ കുഴിയിലിട്ട് മൂടാം. സൂത്രനമ്മേ, ഈ കുഴി മൂടാൻ പറ്റുന്നില്ല. വേറെ കുഴി ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി മുട്ട ഈ കിണറ്റിലിട്ടത്. വീണാൽ തവിട് പൊടിയാകും. മനസ്സിലാവാത്ത ഭാഷയിൽ കരച്ചിലോട് കരച്ചിൽ. നേരത്തെ വള്ളി പൊട്ടി ഗർത്തത്തിലെ കൂർത്ത പാറയിൽ അർദ്ധനാഥത്തോടെ വീഴുന്നത് ഓർത്തു നോക്കാം. ഇതെങ്ങനെ പറ്റി അജഗജ? കൽപ്പാളിയിൽ നിൽപ്പാൻ പറ്റാതെ കാൽപാദം തെന്നി കോൽപ്പാലത്തിൽ തൂങ്ങി വിൽപ്പവറൊക്കെ പോയി ഹെൽപ്ലെസ്സായി. വല്ലതും മനസ്സിലായോ? കുറച്ചൊക്കെ. അജഗജ, ഞങ്ങളെ രക്ഷിക്കാം. രക്ഷിക്കുന്നതിന് മുമ്പ് കക്ഷികൾ സൂക്ഷിച്ചു വീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? സുസ്ഥിരമായ പാറയിലെ അസ്ഥിരതയുള്ള കൊമ്പിന്റെ തൽസ്ഥിതി വിട്ടാൽ ഈ സ്ഥിതിയിൽ അസ്ഥി ഒടിയും. ഒരു വാക്ക് പോലും മനസ്സിലായില്ല. നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ചെടി വൈകാതെ കിഴുതുപോരും അജഗജം വീഴും. മുകളിൽ നിന്ന് വലിച്ചു കയറ്റാൻ പറ്റില്ല, കൈയെത്തില്ല. വീഴുമ്പോൾ താഴെ നിന്ന് പിടിക്കുന്നതും റിസ്കാ. വീണ് കഴിഞ്ഞിട്ട് പിടിച്ചാലോ? ഏതായാലും ആരെങ്കിലും സഹായത്തിന് വേണം. താൻ ആരെയെങ്കിലും വിളിക്ക്, സമയം കളയാനില്ല. ജയ് വിളിക്കും പോലെ കൈവിട്ട് കളിച്ചാൽ തൈ വിട്ടു പോന്ന് ഐ വിൽ ഫാൾ. പേടിക്കാതിരി, ശരി ആളെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഏതെങ്കിലും ആനയെ കിട്ടിയാൽ പിടിച്ചിറക്കാൻ എളുപ്പമായേനെ. കിട്ടിയ സൂത്ര. ഇങ്ങനെ വിചാരിച്ചാൽ അജഗജനെ താഴെ ഇറക്കാൻ പറ്റുമോ? താഴെ ഇറക്കാനല്ല, പണ്ഡിതനോ അജഗജൻ പറയുന്നത് നിന്റെ അർത്ഥം പറഞ്ഞു തരാൻ വിളിച്ചതാ. അടി ഇളകി ചെടിയുടെ പിടിവിട്ട് അടിയനിതാ അടിയിലേക്ക് വടിയായി. എന്ത് പറ്റി ശരി? ഒരു കരടി എന്നെ തള്ളി വീഴ്ത്തി. കണ്ടോ പൊട്ടു പൊട്ടി. എനിക്ക് ആ കരടിയെ തള്ളി വീഴ്ത്തണം. നമ്മൾ കുട്ടികളല്ലേ, നമ്മൾ തള്ളിയാൽ കരടി വീഴില്ല. തള്ളാതെ വീഴ്ത്താനേ നമുക്ക് പറ്റൂ. അതെങ്ങനെ? ഒരു സൂത്രമുണ്ട്. കരടി വരുന്ന വഴിയിൽ വള്ളി വലിച്ചു കിട്ടിയാൽ മതി. കരടി വീഴുമോ? വീഴും. അച്ഛൻ പറഞ്ഞു തന്ന സൂത്രമാ. ഞാൻ വള്ളി കിട്ടി കരടിയെ വീഴ്ത്താം. വള്ളി കെട്ടിയിട്ട് കരടി വീണില്ല സൂത്ര. അതെന്താ? കരടി വന്നില്ലേ? വന്നു, എന്നിട്ടും വീണില്ല. വള്ളി നന്നായി വലിച്ചു കെട്ടിയില്ലേ? വലിച്ചു കെട്ടി. കിട്ടിയത് കാണിച്ചു തരാം. കണ്ടോ, നന്നായി വലിച്ചു കെട്ടിയല്ലോ.